നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നീറ്റിന്റെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ദി കാർബോക്സിലിക് ആസിഡ്. എന്താണ് സ്ട്രെങ്ത് ഓഫ് ദി കാർബോക്സിലിക് ആസിഡിന് അനുസരിച്ച് അതിന്റെ ഓർഡർ നോക്കാം. അപ്പൊ ആദ്യം എന്താണ് നമ്മൾ സ്ട്രക്ചർ ആദ്യം അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. നോക്കൂ, ഫസ്റ്റത്തെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ഓർത്തോ പൊസിഷനിലുണ്ട്. സെക്കൻഡത്തെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു ഓക്സിജൻ ഉണ്ട് പാരാ പൊസിഷനില്, കാർബോക്സിലിക് ആസിഡ് ഓർത്തോ പൊസിഷനിലുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മെറ്റാ പൊസിഷനിൽ എന്തുണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്, ഓർത്തോ പൊസിഷനിൽ കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. അപ്പൊ ഈ മൂന്ന് സ്ട്രക്ചർ നോക്കുമ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആസിഡ് ആണ്, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. ഇതിന്റെ ആസിഡ് സ്ട്രെങ്ത് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്താണ് ആസിഡ് എന്ന് പറയുന്നത്? ആസിഡ് കാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ ഒരു ആസിഡ് ആണെന്ന് പറയണമെന്നുണ്ട് ഈ കാർബോക്സിലിക് ആസിഡ് എന്ത് ചെയ്യണം, ഒരു H+ വിട്ടു കൊടുക്കാനുള്ള ടെൻഡൻസി കാണിക്കണം. ഈ H+ വിട്ടു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അതിന്റെ ഒരു കൊടുക്കാനുള്ള വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ മൂന്നെണ്ണത്തിലും ഡിഫറെന്റ് ആയിരിക്കും. ഇവര് കൊടുക്കുന്ന അത്ര സ്പീഡിലാവില്ല ആര് കൊടുക്കുന്നത്, സെക്കൻഡ് സ്ട്രക്ചർ കൊടുക്കുന്നത്. ചിലപ്പോൾ അത്ര സ്പീഡിലാവില്ല ആര് കൊടുക്കുന്നത്, തേർഡ് സ്ട്രക്ചർ കൊടുക്കുന്നത്. അപ്പൊ ഇവര് മൂന്നുപേരും കൊടുക്കുന്നതിന്റെ വേഗത അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അത് അതിന്റെ ചുറ്റും നിൽക്കുന്ന ആറ്റത്തിനെയോ അല്ലെങ്കിൽ അതിന്റെ ചുറ്റും നിൽക്കുന്ന ഒരു എൻവയോൺമെന്റിനെയോ ഒക്കെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഫസ്റ്റത്തെ സ്ട്രക്ചർ നോക്കൂ, കാർബോക്സിലിക് ആസിഡ് ജസ്റ്റ് ഒരു ബെൻസിൻ ഗ്രൂപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ജസ്റ്റ് ബെൻസിൻ അല്ല, സൈക്ലോഹെക്സൈൻ ഗ്രൂപ്പിൽ നിൽക്കുന്ന ഉള്ളൂ. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് കാർബോക്സിലിക് ആസിഡ് H+നെ വിട്ടുകൊടുക്കാനുള്ള, ആസിഡ് H+നെ വിട്ടുകൊടുക്കാൻ എഫക്ട് ചെയ്യുന്ന കാർബൺ അല്ലാത്ത വേറെ ഒരു ആറ്റം ഇവിടെ കാണുന്നില്ല. പക്ഷെ വെൻ വി ലുക്ക് ദിസ് സ്ട്രക്ചർ, ഈ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ കാർബോക്സിലിക് ആസിഡ് കഴിഞ്ഞ് 1, 2 മൂന്നാമത്തെ ആറ്റം, മൂന്നാമത്തെ പൊസിഷനിൽ ആരാ കിടക്കുന്നത്, ഓക്സിജനെ കിടക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴോ എത്രാമത്തെ പൊസിഷനിലാണ് ഓക്സിജൻ കിടക്കുന്നത്, ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ പൊസിഷനിലാണ് ഈ ഓക്സിജൻ കിടക്കുന്നത്. ഈ ഓക്സിജന്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഈസ് എ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. നല്ല ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആണ് ഈ ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഇലക്ട്രോൺ അതിന്റെ അടുത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു എബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അടുത്തുള്ള ഇലക്ട്രോണിനൊക്കെ എന്ത് ചെയ്യും, ഈ ഓക്സിജന് അതിന്റെ അടുത്തോട്ട് കൊണ്ടുവരും. ഇതിനടുത്തോട്ട് ഈ ഇലക്ട്രോണെ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ H+ന് വിട്ടുകൊടുക്കാനുള്ള ഈ COH എന്തായിട്ട് മാറാനുള്ള ടെൻഡൻസി കൂടും, CO- ആയിട്ട് മാറാനുള്ളതും H+ന് വിട്ടുകൊടുത്ത് ഈ CO- ആവാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യും, കൂടും. അപ്പൊ ഈ CO- ആയിട്ട് മാറുമ്പോൾ ഇതിന്റെ ആസിഡ് സ്ട്രെങ്ത് കൂടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നാലാമത്തെ പൊസിഷനിലാണ് ആര് കിടക്കുന്നത്, ഓക്സിജൻ കിടക്കുന്നത്. ഇതിന്റെ ഇലക്ട്രോണിനെ ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നതിനനുസരിച്ച് COH എന്തായിട്ട് മാറും, CO- ആയിട്ടും ഹൈഡ്രജൻ H+ ആയിട്ട് പോവാനുള്ള സാധ്യത കൂടാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അതായത് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം അതിന്റെ അടുത്തോട്ട് ഇലക്ട്രോണിനെ കൊണ്ടുവരുന്ന ഒരു എഫക്റ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, -I എഫക്റ്റ് എന്ന് പറയും. ഇൻഡക്റ്റീവ് എഫക്റ്റില് -I എഫക്റ്റ് എന്ന് പറയാൻ പറ്റും. -I എഫക്റ്റ് ഇതിന് രണ്ടിനും എന്തുണ്ട്, കൂടുതലാണ്. പക്ഷെ ഇവരുടെ രണ്ടില് ആർക്കാണ് കൂടുതൽ, നമുക്ക് ഓർഡർ കറക്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ രണ്ടിലും സ്ട്രെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. ഇവനാണോ -I എഫക്റ്റ് കൂടുതൽ. -I എഫക്റ്റ് കൂടാന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അതിന്റെ അടുത്തോട്ട് വലിക്കാനുള്ള കഴിവ് കൂടും. അപ്പൊ അതിന്റെ അടുത്തോട്ട് അധികം വലിക്കുമ്പോൾ എന്ത് ചെയ്യും, COH CO- ആവാനുള്ള ടെൻഡൻസി കൂടും. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ ആരാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത്, COHന്റെ ഓക്സിജന്. ഈ രണ്ടാമത്തെ സ്ട്രക്ചറല്ലേ ഏറ്റവും അടുത്ത് കിടക്കുന്നത്, ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ പൊസിഷനിലാണല്ലോ കിടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നാലാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പൊ COHന്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിന്റെ ഇലക്ട്രോണിനെ അധികം വലിച്ചിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ H+നെ വിട്ടുകൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു കാർബണും കൂടി ഉണ്ടായതുകൊണ്ട് അതിന്റെ എഫക്ട് എന്തായിരിക്കും, ഇലക്ട്രോണിനെ അതിനടുത്തോട്ട് കൊണ്ടുവരുന്ന എഫക്ട് എന്തായിരിക്കും, കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി ഇത്. അതായത് -I എഫക്ട് ആർക്കായിരിക്കും കൂടുതൽ, സെക്കൻഡത്തെ സ്ട്രക്ചറിനായിരിക്കും കൂടുതൽ. പിന്നെ ആർക്കായിരിക്കും കൂടുതൽ, തേർഡ് സ്ട്രക്ചറിനായിരിക്കും. ഇതിന് പൊതുവേ എന്തായിരിക്കും, ലീസ്റ്റ് -I എഫക്ട് ആയിരിക്കും. കാരണം ഇവിടെ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഇല്ല അതിനെ ഇലക്ട്രോണിനെ കൊണ്ടുവരാൻ, അതിന്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെ ആസിഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഉണ്ടാവും. ബട്ട് വെൻ വി കമ്പയർ ദീസ് ടു സ്ട്രക്ചർ ഇതിനെന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ എന്തായിരിക്കും -I എഫക്ട് ആർക്കാണ് കൂടുതൽ, ഇതിനാണ് ആദ്യം, പിന്നെ തേർഡ് സ്ട്രക്ചറിന്, പിന്നെ 1 സ്ട്രക്ചറിന്. അങ്ങനെ നോക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ,
2 ഗ്രേറ്റർ ദാൻ 3 ഗ്രേറ്റർ ദാൻ 1. ഇപ്പൊ നീറ്റിന്റെ ഇതുപോലുള്ള മോർ PYQs നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞത്.